guys, welcome back to my YouTube channel. എൻ്റെ പേര് അച്ചു, എൻ്റെ പേര് സിന്ധു. അപ്പോൾ ഞങ്ങൾ കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വെക്കാൻ പോകുന്നത് എള്ളും കപ്പയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് കപ്പയും എള്ളും കപ്പയ്ക്കും നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇതിലേക്ക് ആവശ്യമായ മസാലകൾ: മല്ലിപ്പൊടി, മുളക് പൊടി, മസാല, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകം. അപ്പോൾ നമ്മളിതൊക്കെ മിക്സിയിലിട്ട് അരയ്ക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇടാം. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് മുളക് മാത്രം നമ്മൾ ഇടുന്നില്ല കേട്ടോ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അരച്ചെടുക്കാം. നമുക്ക് ഇനി ഇടുന്ന മസാലയൊക്കെ ഇടാം കേട്ടോ. അപ്പം നമ്മൾ എല്ലാവരും കൂടി മസാലക്കൂട്ടും എല്ലാവരും കൂടി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ അതിലേക്ക് ഇട്ടു. അത് ഇനി നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ നമുക്ക് പോയി ഇട്ടിട്ടുണ്ട് ഇളക്കി. ഇപ്പം ഇനി നമുക്ക് നേരത്തെ ഇട്ട് വെച്ച പച്ചമുളകൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ചത് പൊന്തുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കഴുകി അരി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രേവി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് എല്ലാ സ്ഥലത്തേക്ക് ആക്കിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ളി ഇടാം. ഇനി നമുക്ക് വേപ്പിലയും കൂടി ഇടാം. മിക്സ് ചെയ്യാം. ബ്രൗൺ കളറാണോ വരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അവിടെ എള്ളും കപ്പ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉള്ളി അതിലേക്ക് വറുത്തിടാം. അപ്പോൾ ഇവിടെ എള്ളും കപ്പയുടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ദോശയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. Bye.